ഞാൻ 10th അതുപോലെ തന്നെ പ്ലസ് ടുവിലും ഫുൾ A+ഓട് കൂടി ജയിച്ചത് എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി മോട്ടിവേഷൻ വർക്ക് എന്നു പറയാം. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, വലുതായിട്ടൊന്നും ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നുമില്ല. പക്ഷെ എന്നാലും 10th എങ്ങനെ ഫുൾ A+ഓട് കൂടി ജയിച്ചത്, അതുപോലെ തന്നെ പ്ലസ് ടുവിൽ സയൻസ് ആയിരുന്നു ഞാൻ എടുത്ത സ്ട്രീം. അപ്പോൾ പ്ലസ് ടുവിൽ ഫുൾ A+ഓടെ എങ്ങനെ ജയിച്ചത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ 10th കാര്യം പറയാമെന്ന് വെച്ചാൽ 10th ഞാൻ കൊറോണ ബാച്ചല്ല, പക്ഷേ അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കുട്ടികൾ വന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്താ വെച്ചാൽ 10th എനിക്ക് ഫുൾ A+ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കൊറോണ ആ ഒരു ടൈമിലുള്ള ആ ഒരു ബാച്ചല്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചായിരുന്നു. ഞാൻ NSS അല്ല, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, മറ്റേ JRCൻ്റെ ഇതിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഗ്രേസ് മാർക്കും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഫുൾ A+ഓട് കൂടി തന്നെ ജയിച്ചത്. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആയിരുന്നു. ഏറ്റവും ടഫായിരുന്നു. കാരണം 10ൽ 9 A+ ആണ് ഞാൻ SSLC റിസൾട്ട് നോക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചത് 10th 9 A+ ഉണ്ടാവുള്ളൂ എന്നാണ് ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് സ്കൂളിൽ നല്ലൊരു, ഞങ്ങളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ടീച്ചേഴ്സും ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് മാത്സിൽ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടേ മാത്സ് വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ, അതായത് നമ്മുടെ എക്സാമിനറിൻ്റെ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. പക്ഷേ പൈസ ഒന്നും കൊടുത്തിട്ടല്ല ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ അവരിങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൈസ കൊടുക്കേണ്ട, ഒന്നാമത് സ്കൂളിൽ നല്ല പൈസ ഉണ്ട്. അപ്പോൾ പിന്നെ ട്യൂഷൻ ഫീസായിട്ട് പഠിക്കേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് യൂട്യൂബ് ക്ലാസ് ഞാൻ കാണാൻ തുടങ്ങി. നമ്മളെ എക്സാമിൻ്റെ യൂട്യൂബ് ക്ലാസ് കാണാൻ തുടങ്ങി. അതിൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും, അതായത് ലൈവ് വീഡിയോസും എല്ലാ കാര്യങ്ങളും ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മാത്സ് ഞാൻ എല്ലാ ലൈവ് ക്ലാസ്സും കണ്ടിട്ടുണ്ടാവും. ആ ഒരു കാര്യം മാത്രം ഇരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് മാത്സിൽ A+ കിട്ടിയതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ SS-ൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് SS-ൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം SS എക്സാമിൻ്റെ മുമ്പ്, അതായത് 3 ദിവസം ഉണ്ടായിരുന്നു നമുക്ക് ഗ്യാപ്പ്. ആ 3 ദിവസത്തിൽ ഫസ്റ്റ് ഡേ ഞാൻ ജിയോഗ്രഫി ഫുള്ള്, അതായത് പാട്ട് മൊത്തം, ഫസ്റ്റ് പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഫസ്റ്റ് പാട്ട് മാത്രമേ ഉള്ളൂ. ജിയോഗ്രഫി ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. ആ ബുക്ക് മൊത്തം ആ ഒരു ദിവസം കൊണ്ട്, അതായത് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ വാട്സപ്പിൽ പറയും ഇന്നത്ര പാഠം ഇതുവരെ പഠിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത്, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മെസ്സേജ് അയക്കും, അവൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്യും. അങ്ങനെ പഠിച്ചു എന്ന് തന്നെ പറയാം. ജിയോഗ്രഫി പിന്നെ ഫസ്റ്റ് ഡേ ജിയോഗ്രഫി ആൻഡ് സെക്കൻഡ് ഡേ ഹിസ്റ്ററി സെക്കൻഡ് രണ്ട് ബുക്കുണ്ട്, 2 പാർട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്താ പറയുക, നല്ല ടഫായിരുന്നു. അപ്പോൾ ആ ഹിസ്റ്ററി ഞാൻ കാണാപാഠം ആ ഒരു ബുക്ക് തന്നെ പഠിച്ചു എന്ന് തന്നെ പറയാം. എല്ലാം വായിച്ച് അങ്ങനെ അത് പഠിച്ചു വെച്ചു. 3ാമത്തെ ഡേ, അതായത് SSൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി വരെ ഹിസ്റ്ററി പഠിച്ച്, രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഞാൻ പിന്നെ ജിയോഗ്രഫിയും അതേപോലെ തന്നെ ഹിസ്റ്ററിയും റിവൈസ് ചെയ്തത്. അങ്ങനെ റിവൈസ് ചെയ്ത് പിന്നെ ഞാൻ എടുത്ത് വെച്ചു. എന്നാലും എനിക്ക് ചിലതൊന്നും ഓർമ്മയില്ലായിരുന്നു, പക്ഷേ ചിലതൊക്കെ ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറഞ്ഞാൽ മിഡീവൽ പീരീഡ് അല്ല, ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഒരു വാറെ കുറിച്ച് ഉണ്ടായിരുന്നു ഓർമ്മയിൽ. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരുന്നു. അത് അതേപോലെ തന്നെ 8 മാർക്കിന് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെ വന്നു. അത് ഒരുപാട് സന്തോഷമായി. കാരണം അത്രയും ഞാൻ പഠിച്ചിട്ട് അത് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വന്നപ്പോൾ അതെന്നെ എടുത്ത് എഴുതി. ആ ചരിത്രം മൊത്തം അതേപടി ഞാൻ എഴുതി.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ SSC പിന്നെ അതേപോലെ പിന്നെ IT ഒന്നും എനിക്ക് വല്ല കുഴപ്പമില്ല. കാരണം അന്നന്നെ എടുത്ത് അന്നന്നെ പഠിച്ച് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ IT പിന്നെ മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നോട്ട് ബുക്ക് ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ മാത്സിൻ്റെ കാര്യം ഒന്ന് പറയാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയത് കാരണം എന്നാൽ എനിക്ക് മാത്സിൽ മറ്റേ നമ്മളെ ഫൈനൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് ഒരു മോഡൽ എക്സാം പറഞ്ഞൊരു സാധനം നടത്തില്ല. അതിൽ എനിക്ക് 28 മാർക്കായിരുന്നു. 80-ൽ 28 മാർക്കായിരുന്നു. അപ്പോൾ തന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ടീച്ചർ പക്ഷെ എന്നാലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് പഠിച്ചാൽ എനിക്ക് എത്താം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വീടുണ്ടായിരുന്നു 28 മാർക്കിൽ എനിക്ക് എങ്ങനെ എന്താണ് 80-ൽ ഒരു A+ എന്ന ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ടീച്ചർ പറഞ്ഞു, ടീച്ചറെ ഇത് കിട്ടില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും നന്നായിട്ടിരുന്ന് പഠിച്ചു. ആ ഒരു ക്ലാസ് ഇരുന്ന് കണ്ടു. അതെന്നെ പറയാം, ആ ഒരു ക്ലാസ് കണ്ടുകൊണ്ടാണ് ഞാൻ പോയത് തന്നെ എക്സാം എഴുതാൻ. അതേപടി തന്നെ ക്വസ്റ്റ്യന് വന്നു. അങ്ങനെ തന്നെ. അപ്പോൾ മാത്സിൻ്റെ കാര്യം തന്നെ SSC പിന്നെ ഇംഗ്ലീഷൊക്കെ സാറ് അതായത് ഒരു ചാപ്റ്റർ എടുത്താൽ അതിൻ്റെ റിവ്യൂ ഫുള്ള് പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കാര്യം അത് റിവ്യൂ തന്നെ പഠിപ്പിച്ച പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ കാര്യമൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ അല്ല വരിക, മറ്റേ സമ്മറി ചെയ്താൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അങ്ങനത്തെ പലതും ഒന്നും കൊണ്ട് കുഴപ്പമില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സയൻസ്, അതായത് നമ്മൾ ബയോളജി എന്നാൽ ടീച്ചർ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടീച്ചർ ഭയങ്കര നല്ല ടീച്ചറായിരുന്നു കേട്ടോ. അല്ലാതെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നല്ല, നല്ല ടീച്ചറായിരുന്നു. പിന്നെ ബാക്കിയുള്ള വിഷയം പറയാനൊന്നുമില്ല. എല്ലാതും എനിക്ക് നല്ലൊരു വിഷയം നല്ലൊരു തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് മാത്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ 10-ൽ 9 A+ വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷെ 10 A+ കിട്ടിയത്. ഈ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് അറിയുണ്ടാവും, കാരണം എക്സാമിനർ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ +2-ൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന സാറുമാരും ടീച്ചേഴ്സുമാരായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആപ്പുകൾ, അതായത് ഓൺലൈൻ ക്ലാസ് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അതിൽ ഞാൻ നോക്കാറുള്ളത് ജൈലത്തിൻ്റെ ക്ലാസ്സായിരുന്നു. പക്ഷേ എന്താ പറയുക, +2-ൽ എനിക്ക് സയൻസ് സ്ട്രീമാണ്. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു സയൻസ് സ്ട്രീം ആയതുകൊണ്ട്. പിന്നെ അതെല്ലാം മാത്സിൽ ഞാൻ വീക്കായ ഒരാളായതുകൊണ്ട് തന്നെ മാത്സിൽ കുറേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു. എനിക്ക് +1-ൽ 3 A+, 3 A ആയിരുന്നു കേട്ടോ. +1-ൽ 3 A+, 3 A ആയിരുന്നു. മാത്സിൽ A+ തന്നെയായിരുന്നു. അപ്പോൾ മാത്സിൽ A ആയിരുന്നു. 51 മാർക്കായിരുന്നു. അതിൽ 71 ഒരു മാർക്കിനാണ് ഇപ്പോൾ A+ പോയത്. പക്ഷേ +1-ത്തെ മാത്സും +2-ത്തെ മാത്സും അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടും കുഴപ്പമില്ല, ഈസി ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് നിഗമനം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നാണ് എനിക്കൊന്നും അറിയില്ല. പിന്നെ +2-ൽ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ജൈലത്തിൻ്റെ ക്ലാസ് ഞാൻ ജൈലത്തിൻ്റെ എല്ലാ ക്ലാസ്സും കാണാറുണ്ടായിരുന്നു. പ്ലസ് സ്കൂളത്തെ ഇത്, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നതും രണ്ടും കൂടി ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പാരൻസ് മീറ്റിങ്ങിൽ പോയിട്ട് പറയും, എന്താണ് ഈ ക്ലാസ്സിൽ തന്നെയാണ് നോക്കിയിരിക്കൽ, പഠിക്കലൊന്നുമില്ല, ആദ്യം തന്നെ നോക്കിയിരിക്കലാന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാലും ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ ഉമ്മാക്കറിയില്ല. ഉമ്മാൻ്റെ വിചാരം ഞാൻ പിന്നെ ക്ലാസ് പഠിക്കാൻ കണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ +2-ൽ എനിക്ക് ഫുൾ A+ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ +1 അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റേ നമ്മുടെ ലാബ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സയൻസിലാവുമ്പോൾ പറയണ്ടല്ലോ, ബയോ സയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാബ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ +1-ൽ. +2-ലാവുമ്പോൾ ലാബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാബിൻ്റെ സാറ് നല്ല സാറായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ പഠിപ്പിച്ച് തന്നെ ലാബെല്ലാം ഒരു ഇതിൽ തന്നെ എത്തിച്ച് ഫുൾ മാർക്ക് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് എത്രയാണെന്നൊക്കെ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് എനിക്ക് കാണിച്ചു തരാം മാർക്കിൻ്റെത്. അതിൽ ലാബിൽ എല്ലാത്തിനും എനിക്ക് 40 മാർക്കുണ്ട്. പിന്നെ മാർക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു 180, 182 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ എന്നാലും A+ എന്നുള്ള ഒരു നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് 92% ആണ്.
100-ൽ 92% ആണ്. പക്ഷേ എൻ്റെ പാരൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഞാനും സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഫുൾ A+ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ +2 ലെവൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് +2-ൽ പറയാമെന്ന് വെച്ചാൽ ആപ്പിൻ്റെ കാര്യത്തിൽ, നമ്മളെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ Xylem എന്നുള്ള ഒരു സ്ട്രീം, അതായത് ആ ഒരു ഇതാണ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും. അത് മാത്രമല്ല കേട്ടോ, നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അത് നന്നായിട്ട് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ആ ഒരു ഇതും കൂടി കണ്ടാൽ ഓക്കെ ആവും. പിന്നെ 10th കാര്യം പറഞ്ഞത്, എക്സാമിൻ്റെ ക്ലാസ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് A+ കിട്ടും എന്നാണ് എൻ്റെ ഒരു കാരണം. ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയുന്നത് A+ കിട്ടും എന്നുള്ളത്, 10th ഫുൾ A+ കിട്ടും. പക്ഷെ അത് മാത്രം കണ്ടിട്ട് കാര്യമില്ല, ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. പ്ലസ് നമ്മൾ ഒന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുമ്പോൾ അതും കൂടി നമ്മൾ നോക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാലും അവരുടെ ക്ലാസ് ആണെങ്കിലും നല്ല ക്ലാസ്സൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആണോ ആയിട്ടുണ്ട് ഡൗട്ട് ഉണ്ട്, 11 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 10th ക്ലാസ് +2 ആ ഒരു റേഞ്ചിൽ മാർക്ക് ഫുൾ A+ എന്നുള്ള റേഞ്ചിൽ 10th ഫുൾ A+ ആയിരുന്നു, +2 ഫുൾ A+ ആയിരുന്നു. അപ്പം ആ റേഞ്ചിൽ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മാർക്ക്. അപ്പോൾ ഫുൾ A+ എന്നുള്ള രീതിയിൽ എത്തിയിട്ട് കുറേ നമ്മൾ ഹാർഡ് വർക്കാണ് മെയിൻ കാര്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും എടുക്കും പോകില്ല. പിന്നെ രാവിലെ എണീറ്റല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ രാത്രിയിലായിരുന്നു പഠിച്ചത്. കാരണം എനിക്ക് രാവിലെ എണീറ്റാൽ എനിക്ക് ഒരുമാതിരി തലക്കൊരു ഇത് പറഞ്ഞ മാതിരി എനിക്ക് ഒരു എനർജറ്റിക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കാൻ എനിക്ക് ഇഷ്ടം, പക്ഷെ രാത്രി ഞാൻ നന്നായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് എന്ന് തന്നെ പറയാം, കാരണം എനിക്ക് തന്നെ അറിയാം ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പഠിച്ചുകൊണ്ട് ഒരു രീതിയിൽ എത്തും, പഠിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ നമുക്ക് എത്തും ബാക്കിയൊന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ ആളുകൾ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാതെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകുന്നുണ്ട്. കമൻറ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക, അതിനൊന്നും ഞാനൊരു പ്രശ്നം പറയുന്നില്ല. കാരണം കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി കമൻറ്റ് ചെയ്യുന്നത് തെറി വീണ് കേൾക്കോ എന്നെനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാതൊക്കെ പോകാറുണ്ട്, കാരണം എനിക്ക് തന്നെ ഐ എം നോട്ട് ഫീലിംഗ് ബെറ്റർ. സോ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആവുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒരു ഇതിലായിരുന്നു ഫോൺ. അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ കുറച്ചൊക്കെ കുറച്ചത്. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും, കാരണം ഇനിയിപ്പോൾ വെക്കേഷനാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഒക്കെ വരുന്നത്. ഡിഗ്രി ചിലപ്പോൾ ഡിഗ്രി എടുക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് വല്ലതും എടുക്കും. അതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എല്ലാം എന്താണോ നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബിലെ ഫസ്റ്റ് ചാനലല്ല എൻ്റെ, സെക്കൻഡ് ചാനലാണ്. ഫസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫോണ് എൻ്റെ അടുത്ത് അക്കൗണ്ട് പോയതോടുകൂടി ആ ചാനൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അത് ഞാൻ 9th സ്റ്റാർട്ട് ചെയ്ത 9th 8th സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാനൽ ഇപ്പോൾ കുറച്ചായിട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ലെങ്ത് ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനത്തെ ആണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം, അതുപോലെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.